സുനാമി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇരച്ചു കയറി വരുന്ന ഒരു പ്രതിഭാസമാണത്. എന്നാൽ ഇപ്പോൾ സുനാമി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കുംഭമേളയുടെ സാമ്പത്തിക പ്രാധാന്യം അത് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കാനാണ്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തിക്കുന്ന ഒന്നായിട്ടാണ് കുംഭമേളയെ സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുനാമി എന്നാണ് കുംഭമേളയെ സാമ്പത്തിക വിദഗ്ധർ വിളിച്ചിരിക്കുന്നത്. ലോകത്ത് നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഹൈന്ദവ ഉത്സവത്തിൽ പങ്കുചേരാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ എത്താറുണ്ട്. കുംഭമേളയ്ക്കായുള്ള യാത്ര ചിലർക്ക് തീർത്ഥാടനമാണെങ്കിൽ മറ്റു ചിലർക്ക് അത് വിനോദസഞ്ചാരമാണ്. എന്ത് തന്നെയാണ് എങ്കിലും കുംഭമേളയ്ക്കായി എത്തുന്ന ഓരോരുത്തരും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് മൂല്യമുള്ളവരാണ്. 45 ദിവസം നീണ്ട കുംഭമേളയിൽ പങ്കെടുക്കാൻ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പ്രയാഗ്രാജിൽ എത്തുക. പ്രയാഗ്രാജിൽ ഇപ്പോൾ നടക്കുന്ന കുംഭമേള 144 വർഷത്തിന് ശേഷം കൂടിയാണ് നടക്കുന്നത്. ദിവസങ്ങളോളം ഇവിടെ തങ്ങുന്ന ഇവർ നമ്മുടെ ഖജനാവിലേക്ക് എത്തിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതുകൊണ്ട് തന്നെ കുംഭമേളയെ സാമ്പത്തിക സുനാമി എന്ന് സാമ്പത്തിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2013 കുംഭമേളയിൽ നിന്നും 12,000 കോടി രൂപയുടെ വരുമാനമായിരുന്നു ഭാരതത്തിന് ലഭിച്ചത്. പിന്നീട് 2019 നടന്ന അർദ്ധ കുംഭമേളയിൽ വരുമാനം 1.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇക്കുറി 2 ലക്ഷം മുതൽ 3 ലക്ഷം കോടി രൂപ വരെ വരുമാനമായിരിക്കും രാജ്യത്തിന് ലഭിക്കുക. 400 മുതൽ 450 മില്യൺ ആളുകൾ ഇവിടെ എത്തുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഇവർ ഓരോരുത്തരും ഓരോ ദിവസവും 600 മുതൽ 750 രൂപ വരെ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ ചിലവഴിക്കും. ഇതെല്ലാം നേരെ എത്തുന്നത് സർക്കാരിന്റെ ഖജനാവിലേക്കാണ്. കുംഭമേള ഉത്തർപ്രദേശിന്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് നൽകുന്നത് ചെറിയ സംഭാവനയൊന്നുമല്ല. കുംഭമേള ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഹോട്ടലുകൾ നിറയും. ആളുകൾ താമസത്തിന് വേണ്ടി നൽകുന്ന പണം മാത്രം 15,000 കോടി കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനു പുറമെയാണ് സർക്കാർ സജ്ജീകരിച്ചിട്ടുള്ള താമസ സ്ഥലങ്ങൾ, അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന വരുമാനം. അവിടെ നിന്നുള്ള വരുമാനമാകട്ടെ 10,000 കോടി കടക്കും. തീർത്ഥാടകർ ഭക്ഷണം കഴിക്കുന്നത് വഴി മാത്രം 5,000 കോടി രൂപ. കുംഭമേളയോടനുബന്ധിച്ച് നിരവധി സ്പെഷ്യൽ ട്രെയിൻ, ബസ്, വിമാന സർവീസുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവഴിയും സർക്കാരിന് കോടികളുടെ വരുമാനമാണ് വന്നു ചേരുന്നത്. ഇക്കുറി 1500 സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ഉള്ളത്. ഇതുവഴി മാത്രം 20,000 കോടി രൂപയുടെ വരുമാനമുണ്ടാകും. ബസ് സർവീസുകൾ വഴി മാത്രം 12,000 കോടിയുടെ നേട്ടമുണ്ടാകും. ലോക്കൽ ടാക്സി, റിക്ഷ സർവീസിൽ നിന്നും 4,000 കോടി രൂപയാണ് ലഭിക്കുക. മാർക്കറ്റിംഗിനായുള്ള വലിയൊരു വേദി കൂടിയാണ് ഓരോ കുംഭമേളയും. 2019 അർദ്ധ കുംഭമേളയിൽ പരസ്യത്തിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും 2,000 കോടി രൂപയുടെ നേട്ടമായിരുന്നു ഉണ്ടായത്. അത് ഇക്കുറി 3,000 കടക്കും. കേവലം 1.5 മാസം കൊണ്ട് ഇത്രയേറെ നേട്ടം ഉണ്ടാകുന്നത് കൊണ്ടാണ് സാമ്പത്തിക സുനാമി എന്ന കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക ഗുണം മാത്രമല്ല, കുംഭമേള രാജ്യത്തിന് സംസ്ഥാനത്തിന് നൽകുന്ന വേറെയും ഗുണങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കുംഭമേളയോട് അനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി UP സർക്കാർ 5,500 കോടി രൂപയാണ് അനുവദിച്ചത്. അത് പൂർണ്ണമായും ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ നവീകരണം എന്ന് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നു. ഉത്തർപ്രദേശിനെ രാജ്യത്തെ സംബന്ധിച്ച് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് കുംഭമേള. മികച്ച സൗകര്യങ്ങൾ കുംഭമേളയ്ക്ക് ശേഷവും വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കും. അതുവഴിയും മികച്ച വരുമാനം നേടാൻ സർക്കാരിനും സാധിക്കും. ഇനി പറയൂ, ഇത് ഒരു സാമ്പത്തിക സുനാമി തന്നെയല്ലേ ഈ കുംഭമേള? ന്യൂസ് ഡെസ്ക് കർമാനസ്.